കൊമ്പങ്ങാട് പോയ കുഞ്ഞാപ്പൂ എന്നുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടിട്ടാണ് നേരത്തെ റീൽസിലൂടെയാണ് ഞങ്ങൾക്ക് ഇതിന് ചാൻസ് കിട്ടിയത്. ഇതിലോട്ട് വരണം എന്നുള്ള ആഗ്രഹം ഈ വീഡിയോ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ മുന്നേ തന്നെ ഉണ്ട്. ആദ്യം ഉണ്ട്, ഈ റീൽസിന്റെ മുന്നേ ഉണ്ട് സിനിമ ആണ് ഞങ്ങളൊരു ഇത് എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അതിൽ എത്രത്തോളം ഞങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കഴിവുകൾ കാണിക്കാൻ പറ്റും അതിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചു, ജനങ്ങളെ ഏറ്റെടുത്തു. തൂഫാൻ എന്നുള്ള ഒരു പരിപാടി ഇപ്പൊ നടത്തും ലഹരീനെ അനുബന്ധിച്ചത്. അപ്പൊ ആ ഒരു ഇതില് ലഹരീനെ വേർപിരിക്കാനും പന്ത് കളിയോട് ഇഷ്ടം കൂടാനും തരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാം ഉണ്ട് ഇതില്. നഷ്ടപ്പെടുന്ന ഗ്രൗണ്ടുകൾ, ഒരു നാടിന് നാട്ടും പുറത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ സ്പോർട്സ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു എഡിക്ഷൻ ഉണ്ടാവും. ഡ്രഗ്സ് ആയാലും ഒരു അഡിക്ഷൻ ആണ്. ഇപ്പൊ ഇവര് പറയുന്ന വീഡിയോ എടുക്കലാണെങ്കിലും ഒരു അഡിക്ഷൻ ആണ്. നല്ല അഡിക്ഷനും ചീത്ത അഡിക്ഷനും ഉണ്ട്. ഞാൻ സ്പോർട്സ് ചെയ്ത ഒരാളാണ്. എനിക്ക് എന്റെ കൂട്ടത്തില് എപ്പോഴും സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഇന്നൊരു ഡ്രഗ്സോ എന്തെങ്കിലും വേറൊരു അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ എനിക്ക് എണീറ്റ് കളിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഹലോ എവരിവൺ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ബോളാഗോളം എന്ന മൂവിയിലൂടെ നമുക്ക് മുന്നിലെത്താൻ പോണ കുറച്ച് താരങ്ങളുണ്ട്. ആ മൂവിയിലൂടെ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന കുറച്ച് പേരാണ്. ഹായ്, ഹലോ. സോ കാശി, ലാല, ഷിക്കു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് തന്നെ ഈ ബോളാഗോളം എന്ന മൂവിയിലെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയാനുള്ളത്. അതേപോലെ നമുക്ക് നിങ്ങളെ പറ്റി സംസാരിക്കാം, ക്യാരക്ടറിലോട്ട് എത്തുന്നതിന് മുന്നേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഈ മൂവിയിലോട്ട് വന്നു എന്ന് പറയാമോ? ഞങ്ങള് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഇൻസ്റ്റഗ്രാമില് റീൽസ് ചെയ്യുന്ന അത് കണ്ടിട്ടാണ് ഞങ്ങളെ ഇതില് വിളിക്കുന്നത്. ഞാനിവരും കോംബോ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ കൊമ്പങ്ങാട് പോയ കുഞ്ഞാപ്പൂ എന്നുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടിട്ടാണ് നേരത്തെ റീൽസിലൂടെയാണ് ഞങ്ങൾക്ക് ഇതിന് ചാൻസ് കിട്ടിയത് ഈ പടത്തിന്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ മൂവീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം, ലൈക്ക് ഇതിലോട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിൽ? ഇതിലോട്ട് വരണം എന്നുള്ള ആഗ്രഹം ഈ വീഡിയോ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ മുന്നേ തന്നെ ഉണ്ട്. ആദ്യം ഉണ്ട്, ഈ റീൽസിന്റെ മുന്നേ ഉണ്ട് സിനിമ ആണ് ഞങ്ങളൊരു ഇത് എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അതിൽ എത്രത്തോളം ഞങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കഴിവുകൾ കാണിക്കാൻ പറ്റും അതിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചു, ജനങ്ങളെ ഏറ്റെടുത്തു. അതന്നെ ഞങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെയാണ് ഞങ്ങള് ഈ കോയ കുഞ്ഞാപ്പ് എന്നുള്ള ക്യാരക്ടറിന് മലപ്പുറം ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പടം വന്നപ്പോ ഇതിന്റെ ഡയറക്ടർ, ഈ ബോളാഗോളം സിനിമന്റെ ഡയറക്ടർ ജുനൈസ്ക ഞങ്ങളെ രണ്ടാളും കോണ്ടാക്ട് ചെയ്തു. ഈ പടത്തില് നല്ലൊരു വേഷമുണ്ട്, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തുകൂടി എല്ലാരും കൂടി നിന്നൊരു പടമാണ് ബോളാഗോളം. അതെ. അപ്പൊ കാശി എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്? ഞാനിതിൽ തൊത്തു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് ഒരു സ്പോർട്സ് ചെയ്യുന്ന ആള്, അതിന്റെ കൂടെ തന്നെ ആക്ടിവും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാള്. ഇതിന്റെ 6ാമത്തെ സിനിമയാണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു പ്രൊഫഷണൽ അത്ലീറ്റ് ആണ്, ഞാൻ റഗ്ബി പ്ലെയർ ആണ്. അപ്പോ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്പോർട്സ് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളും വേണം, അല്ല ആക്ടിങ്ങിന്റെ ആ ഒരു രീതിയിൽ എന്നെ എടുത്തത് ജുനൈസ്ക. അപ്പൊ ഈ ബോളാഗോളം എന്ന് പറയുമ്പോ തന്നെ ഇപ്പത്തെ ലൈക്ക് ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ഒരു ട്രെൻഡാണ് ഫിഫ, ഫുട്ബോളൊക്കെ. അപ്പൊ അതും നമ്മുടെ മൂവിയിൽ കാണുമ്പോൾ തന്നെ ഫുട്ബോൾ റിലേറ്റഡ്. അത് മാത്രമല്ല, തൂഫാൻ എന്നുള്ള ഒരു പരിപാടി ഇപ്പൊ നടത്തും ലഹരീനെ അനുബന്ധിച്ചത്. അപ്പൊ ആ ഒരു ഇതില് ലഹരീനെ വേർപിരിക്കാനും പന്ത് കളിയോട് ഇഷ്ടം കൂടാനും തരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാം ഉണ്ട് ഇതില്. നഷ്ടപ്പെടുന്ന ഗ്രൗണ്ടുകൾ, ഒരു നാടിന് നാട്ടും പുറത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് നിലവില് സമൂഹത്തിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ലൈവായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അത് ഈ സീസൺ ഇപ്പൊ പറ്റിയ ടൈമാണ് ഇത് റിലീസ് ചെയ്യാൻ. എല്ലാരും ഫുട്ബോളിന്റെ ബാക്കിലാണ്. ആ ടൈമിൽ തന്നെ ഈ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിൽ തന്നെ ഇത് റിലീസ് ചെയ്യാൻ അതിന് പറ്റിയ ഒരു ടൈമാണത്, അല്ലേ? കാണാനും ആൾക്കാർ കാണാനും പറ്റിയൊരു. അതെ, ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട്, ഫുട്ബോളും ഉണ്ട്. അപ്പോ ഇപ്പൊ ഡ്രഗ്സിനെ പറ്റി സംസാരിച്ചല്ലോ. ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെ ഒരു ഉപയോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതിൽ അഡിക്ഷൻ ആയിട്ട് ഒരു ചെന്നപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിലാണ്. സോ നിങ്ങളും യങ്സ്റ്റേഴ്സിന്റെ ആ ഒരു ജനറേഷനിലെ ഒരു പാർട്ടാണല്ലോ.
അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറയാം തീർച്ചയായിട്ടും ഞാൻ സ്പോർട്സ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു എഡിക്ഷൻ ഉണ്ടാവും. ഡ്രഗ്സ് ആയാലും ഒരു എഡിക്ഷൻ ആണ്. ഇപ്പൊ ഇവര് പറയുന്ന വീഡിയോ എടുക്കലാണെങ്കിലും ഒരു എഡിക്ഷൻ ആണ്. നല്ല എഡിക്ഷനും ചീത്ത എഡിക്ഷനും ഉണ്ട്. ഞാൻ സ്പോർട്സ് ചെയ്ത ഒരാളാണ്. എനിക്ക് എന്റെ കൂട്ടത്തില് എപ്പോഴും സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഇന്നൊരു ഡ്രഗ്സോ എന്തെങ്കിലും വേറൊരു എഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ എനിക്ക് എണീച്ച് കളിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഈ സ്പോർട്സ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഉള്ളിലുള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് അതിലേക്കുള്ള ഒരു ചിന്ത, ഡ്രഗ്സിലേക്കൊക്കെ ഉള്ള ഒരു ചിന്ത നമുക്ക് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ സ്പോർട്സ് അഡിക്ഷൻ പോലെ തന്നെ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. ആലോചിച്ചുണ്ടാക്കിയിട്ട് വേണ്ടേ നമ്മള് കിറങ്ങി നടന്ന അതിനൊക്കെ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, അതില് നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു അഡിക്ഷൻ ഉണ്ട്. ലൈക്ക് നിങ്ങളെ ഇൻവോൾവ് ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ സ്പോർട്സ്, ആക്ടിങ്, ഞങ്ങൾ അഡിക്ഷൻ ആക്ടിങ്. അപ്പൊ പലരും ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തവർക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ലൈക്ക് ഈ ഒരു അഡിക്ഷനിലോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. അതായത് നമ്മള് ഫുൾ ടൈം നമ്മളൊക്കെ വീഡിയോന്റെ ബാക്കിലാണ്. നേരം പിന്നെ രാത്രി വരെ വീഡിയോ, ഈ ഒരു ചിന്തയാണ് ഞങ്ങളെ മൈൻഡ് ഫുൾ ടൈം ഉണ്ടാവുക. പിന്നെ അതെടുത്തിട്ടാണ് നടക്കുന്നതും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇതിന് ഇത് ചെയ്യാനും സമയം കിട്ടണ്ടേ? ഒന്നിനും സമയം കിട്ടൂല ആർക്കും. പക്ഷെ ഇത് ഒരു സമയം ഇല്ലാത്ത ആൾക്കാർ, ഒരു പരിപാടികളൊന്നും ഇല്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാൾക്കാർ ഇതിന് ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആവുന്നത്. അതേപോലെ തന്നെ നാട്ടിലെ ഗ്രൗണ്ടുകൾ ഇപ്പം കുറവാണ്. അത് മക്കള് ഗ്രൗണ്ടിൽ 5 മണിക്ക് ചായ കുടിച്ച് ഗ്രൗണ്ടിൽ പോകുന്ന, ഞാനൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്, നിങ്ങളും പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതില്ല. 5 മണിക്ക് ഫോൺ വിളിച്ച പിന്നെ ഫോണിൽ തന്നെ ആയി കളി കാര്യങ്ങളൊക്കെ. അത് പറഞ്ഞപ്പോഴോട്ട് മൂവി ഞാൻ റിവ്യൂ ഷോ കണ്ടായിരുന്നു. അതിന് എന്നിട്ടുള്ള ഒരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട്. ലൈക്ക് ഈ മൂവിയില് അല്ലെങ്കിൽ ഈ മൂവിയുടെ സക്സസ് ആണെങ്കിലും ലൈക്ക് കൂടുതൽ ഗ്രൗണ്ട്സ് വരണം, അതാണ് നിങ്ങളുടെ എയിം എന്നുള്ളത്. ഓരോ ടിക്കറ്റും ഒരു ഗ്രൗണ്ടിലുള്ള ടോക്കണാണ് പോസ്റ്ററിൽ പറയുന്നുണ്ട്. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ മെസ്സേജ്. ഒരാൾ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രൗണ്ടിനുള്ള ടോക്കണാണ്. അതെ, ഓരോ പഞ്ചായത്തിലും ഓരോ ഗ്രൗണ്ട്, ജൂനിയേഴ്സ് കപ്പ്, അതാണ്, അതൊക്കെയാണ് ലക്ഷ്യം. അത് ഒരു സിനിമ മുഖാന്തരം അങ്ങനെ കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു എന്റർടൈൻമെന്റിൽ ഉപരി നമ്മളൊരു ആശയം മുന്നിലേക്ക്. അതെ അതെ. പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. സോ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസും കോമിക് ആയിട്ട് ഉള്ള ഒരു ക്യാരക്ടറിനെയാണ് ഈ മൂവിയില് ലൈക്ക് അത് സസ്പെൻസ് ആയിട്ട് അങ്ങനെ തന്നെ നോട്ടാ പറയാ. അത് എന്തായാലും കോയാക്കിങ് കുഞ്ഞാപ്പും അല്ല തിരി അല്ല വേറെ ആൾക്കാരാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങള് ഇപ്പൊ നിങ്ങള് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ മൂവിയിലോട്ട് വരുമ്പോ, ആ ഒരു ഡിഫറൻസ് എങ്ങനെ? അത് വീട്ടിൽ നല്ലോണം കുറക്കണം. സിനിമ വേറെ ലോക, റീലല്ല, റീല് പോലെയല്ല സിനിമ. ഞങ്ങൾ റീല് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റിന്റെ ഉള്ളില് തികയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ കണ്ടന്റ് മാക്സിമം കിട്ടുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഡെയിലി പ്രാക്ടീസ് ആണ് സിനിമയ്ക്ക് എത്താനുള്ള. കാരണം ഈ ക്യാമറയുടെ മുന്നിൽ, പ്രേക്ഷകരുടെ മുന്നിൽ അഭിനയിക്കാന്ന് പറയുന്നത് തന്നെ ഒരു ഏറ്റവും കൂടുതൽ ഇംപ്രസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഞങ്ങളെ കൈകാര്യം ചെയ്യാന് ജൂനിയേഴ്സ്കാർക്ക് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഈ സിനിമയ്ക്ക് എത്തുമ്പോൾ 2 സംഭവം മാറണം. ഒന്ന് റീലിന്ന് മാറണം, റിയലിന്ന് മാറണം. അതാണ് സിനിമ. ഞങ്ങളെ ബേസ് ചെയ്തിട്ട് അഭിനയം എന്നുള്ളത് ഒരു നാച്ചുറായിട്ട് കൊണ്ടുപോകാന്നാണ് ഞങ്ങളെ ഒരു സൗന്ദര്യത്തിന്റെ ഇതെന്ന് പറയുന്ന പോലെ അഭിനയത്തിന്റെ ഒരു നാച്ചുറൽ. അപ്പൊ ഇപ്പൊ കാഴ്ചയാണെങ്കിലും റിയൽ ലൈഫിൽ അത്ലറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സും അത്ലറ്റ് ആയിട്ട് അങ്ങനെ റിലേഷൻ ഇല്ലല്ലോ. അപ്പൊ ഈ മൂവിയിൽ വരുമ്പോ അത് കുറച്ചും കൂടെ റിലേഷൻ തോന്നിയോ? വർക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്കത് എളുപ്പമാണ്. പക്ഷെ വേറൊരു അഭിനയം മാത്രം ചെയ്യുന്ന ഒരാളെ പിടിച്ച് സ്പോർട്സ് ചെയ്യിക്കുന്നത്, സ്പോർട്സ് മാത്രം ചെയ്യുന്ന ഒരാളെ പിടിച്ച് അഭിനയം ചെയ്യിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ജൂനിയേഴ്സ്ക്ക് ആയാലും ചെയ്യിപ്പിക്കാൻ പറ്റിയെന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്. മെയിനായിട്ട് ഇതിൽ കാസ്റ്റിംഗ് അടിപൊളിയാണ്. എല്ലാം കൊണ്ടും പറഞ്ഞ പോലെ കളിക്കണ ഒരാൾക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ അറിയില്ല, അഭിനയിക്കാൻ അറിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതേപോലെ കളിക്കാൻ അറിയില്ല. പക്ഷെ രണ്ടും ഒത്തണങ്ങി കിട്ടാൻ ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ അങ്ങനത്തെ നല്ലൊരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. അതാണ് നമ്മളെ. അപ്പൊ പിന്നെ എനിക്കിതിൽ ഞാൻ പ്രതീക്ഷ പ്രത്യേകമായി ശ്രദ്ധിച്ചത് സ്ലാങ്, ലൈക്ക് നിങ്ങളുടെ ആ ഒരു നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് അതും കൂടെ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമായി. കാരണം പക്ക മലപ്പുറമാണ് ഇതിൽ, മലപ്പുറം ബേസ് ചെയ്തിട്ടാണ് സ്ലാങ് ഫുള്ള് വരുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഭയങ്കര നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്നത് ഇതേപോലെ തന്നെ പടത്തിൽ ഡയലോഗ്സ് അപ്പൊ തരണ്ടി വരുന്നില്ല. അത് നിങ്ങൾ എന്തായാലും ഉണ്ടാവില്ല. സംസാരിക്കുമ്പോ
അതിൽ നിങ്ങൾക്ക് തന്നെ ഇംപ്രവൈസ് ചെയ്യാൻ ഒരു ചാൻസ് സാഹചര്യത്തിന് ഒത്തിട്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. കഴിയും. അങ്ങനെ കെമിസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒക്കത്തിനൊരു ഭാഗ്യം കിട്ടിയത്. കാശിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലൈക് മലപ്പുറത്ത്? എനിക്ക് വളരെ കുറച്ച്, കാരണം ഇവര് മലപ്പുറം ആണെങ്കിൽ ഞാൻ കോഴിക്കോട് കയറി ആ ഒരു ചെറിയ പരിപാടി ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മള് ആക്ടർ എന്ന് പറയുമ്പോ നമ്മൾ അതിൽ പൊരുത്തപ്പെടണല്ലോ, നമ്മള് ചെയ്തു പോകും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതില് ഒരു ലൈക് നോൺ ഫേസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സീനിയോറിറ്റി എക്സ്പീരിയൻസ് ആയ രണ്ടുപേരാണ് കൈലാസേട്ടനും അഖിലും. അപ്പൊ അവരൊപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പിന്നെ ഉണ്ണിച്ചേട്ടനും അവര് നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്താൽ മതി, അവിടെ മീറ്റർ കുറക്കും, അവിടെ സൗണ്ട് ഇങ്ങനെ വെച്ചാൽ മതി, ലിപ്പ് എത്ര ഇതാക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞുതരും, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അഖിലേട്ടൻ പിന്നെ സിനിമയില് എന്റെ കോച്ചായിട്ടാണ് വരുന്നത്. അപ്പം കോച്ച് തന്നെ ആയിരുന്നു, ഏട്ടനെ പോലെ കാണാൻ പറ്റിയ ഒരാളാണ്, അടിപൊളി മനുഷ്യനാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും അങ്ങനെ ഒരു വൈബായിട്ടല്ലേ നിങ്ങള്? ഉണ്ണേട്ടനോട് കൂടുതൽ ഒരു കോംബോ കിട്ടിയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമഡി സംഭവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇമോഷണൽ ആയിട്ട് വർക്ക് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് കോമഡി അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് സബ്ജക്റ്റ് ആണ്, അപ്പൊ എന്തായാലും ഇമോഷണലി കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ആ ഒരു പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു? യൂഷ്വലി ഓൾറെഡി ഞങ്ങള് മറ്റേ വീഡിയോയിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ ഇതിലെത്തിയപ്പോ ഞാൻ പറഞ്ഞില്ലേ, റീല് ചെയ്യണ പോലെ അല്ല ഇവിടെ. അപ്പൊ ഓവർ ആണെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ അപ്പൊ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോ. ഞങ്ങളത് 3ാമത്തെ സിനിമയാണ്. അപ്പൊ ചെറിയൊരു പേടിയൊക്കെ തീർന്നിട്ട് അതിലേക്ക് വരുന്നത്, അത് വലിയൊരു ഹെൽപ്പായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങള് ലൈക്ക് മുന്നേ ചെയ്ത മൂവീസിലും ഒരുമിച്ച് ആ കോംബോ വീണ്ടും ഇതിലോട്ടാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് മൂവി? ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഒരുമിച്ച് ഒരു ഫ്രെയിമില് രണ്ടാമത് വരികയെന്നുള്ള ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങളായിട്ടാണല്ലോ തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച്. ആ കെമിസ്ട്രി തന്നെ സിനിമയിലും വരിക എന്നുള്ളത് ഞങ്ങളൊരു ഇതായിരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഈ വൈബ് ആണെന്ന് നിങ്ങളുടെ സെറ്റും ഇതേപോലെ ഒരു വൈബ് സെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സെറ്റ്? ഒരു കുടുംബം പോലെ തന്നെ തിരക്കേറിയ സെറ്റ്, നിക്കാൻ നേരമില്ല, പോവാൻ നേരമില്ല, നമ്മള് ഓരോരുത്തർക്കും ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അടിപൊളി. ഭയങ്കര ഇങ്ങനെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഭയങ്കര ടച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന മൊമെന്റ്? കോമഡി ആയിട്ട് തോന്നിയൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. തൊത്തിന്റെ കളി കാണുന്ന ടൈമില് വിഷ്ണു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് ഇതില്. ആള് കുറച്ച് കോമഡികളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ നേരത്ത് ഭയങ്കര ചിരിയും കാളിയും ഡയറക്ടറൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല മൊമെന്റ് ആയിരുന്നു അവിടെ. അപ്പൊ നമ്മുടെ മൂവി ജൂലൈ 3 റിലീസ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തതിലേറെ സിനിമക്ക് ഞങ്ങളത് സപ്പോർട്ട് ചെയ്യാം, അതാ നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയാ, ഏതായാലും ഒരു നല്ലൊരു പടത്തിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ വിചാരിച്ച സംഭവം എന്താണോ അത് ആ പടത്തിന് നമുക്ക് കിട്ടും. ഇനി കാണേണ്ടത് പ്രേക്ഷകരാണ്, പറയേണ്ടതും അവരാണ്. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതിയിൽ കൂടുതൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഹാപ്പിയാണ് പടം കണ്ടപ്പോ. അപ്പോ ജൂലൈ 3 റിലീസാണ്, എല്ലാരും പോയി കാണാം. അതന്നെ, ചെറിയ സിനിമ ഞാൻ പറയുന്നില്ല, നല്ലൊരു സിനിമയാണ്. അതേപോലെ തന്നെ കുറെ ആൾക്കാരെ ചെറിയ ചെറിയ സ്വപ്നം കൂടി വലിയൊരു സ്വപ്നമാണ്. അപ്പം എല്ലാരും പോയി കാണണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു എന്റർടൈൻമെന്റിൽ ഉപരി നമ്മൾ കുറെ ആശയങ്ങൾ മുന്നിലേക്ക് വെക്കുന്നു. അപ്പൊ അതെല്ലാരും കാണാൻ, റിയൽ ആയിട്ട് കാണുന്നേ വേണം. കാണുമ്പോ എനിക്കൊന്ന് കുറച്ചും കൂടി ഇമ്പാക്ട് അതിലേക്ക്. ആദ്യം ഇവരോട് നന്ദി പറയാം. കാരണം നിങ്ങളൊക്കെ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയതും ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ള തുടക്കം തന്നതിനും. അപ്പോ ഈ വരുന്ന ജൂലൈ 3 ഞങ്ങൾക്ക് തന്നെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ബോളാഗോള കുടുംബത്തിനും നിങ്ങൾ കൊടുക്കണമെന്ന് ഞങ്ങൾ പറയാണ്. കൊമ്പങ്ങാട് തറവാട് ഒഴിച്ച് ബോളാഗോളം തറവാട്ടിലും ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ നൽകുക. പറ്റണത്തോളം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ പടം എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഒരു ഫാമിലി എന്റർടൈൻമെന്റും കൂടിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മൂവിയും ഹിറ്റ് ആവട്ടെ, നിങ്ങൾക്കും ഒരുപാട് നല്ല അവസരങ്ങൾ. തീർച്ചയായിട്ടും. താങ്ക് യു.